യഹൂദർ വീണ്ടും ഈശോയെ കൊല്ലാനുള്ള ശ്രമമാണ്. അപ്പോൾ അവരുടെ പ്രധാന പുരോഹിതനായ കയ്യപ്പാസ് പറയുന്നു, എല്ലാവരും നശിക്കാതിരിക്കാൻ ഒരാൾ മരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവർ തീരുമാനിക്കുകയാണ് യേശുവിനെ കൊല്ലണം. എന്തുകൊണ്ടാണ് അവർ ഈ യേശുവിനോട് ഇത്ര വിരോധം? യേശു റോമൻ സാമ്രാജ്യത്തിൽ നിന്നിൻ്റെ അടിമത്തത്തിൽ നിന്നും യഹൂദരെ രക്ഷിക്കാൻ വന്നവനാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടായിരുന്നെങ്കിൽ അവർ യേശുവിനെ കൊല്ലില്ല. അവർ മിശിഹായെ സംബന്ധിച്ച അവരുടെ ചിന്ത അതാണ്, റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കാൻ വരുന്നവനാണ് മിശിഹ. എന്നാൽ ഇവിടെ കാണുന്നത് എന്താണ്? ഈശോ സ്നേഹവും സമാധാനവും പറയുന്നു, റോമാക്കാർക്കെതിരെ പ്രതികരിക്കുന്നില്ല. ഈശോ നമ്മളെ രക്ഷിക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ പാപത്തിൽ നിന്നാണ്. നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് നമുക്ക് നിത്യജീവൻ തരാനാണ് ഈശോ വന്നിരിക്കുന്നത്. അത് യഹൂദർക്ക് മനസ്സിലാകുന്നില്ല. നമ്മളും തിരിച്ചറിയുക, നമ്മുടെ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മളെ രക്ഷിക്കാനാണ്. ഈ ലോകത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, ഇപ്പോൾ നമ്മളായിരിക്കുന്ന അടിമത്തത്തിൽ നിന്ന്. ഇന്ന് ലോകം പൂർണ്ണമായിട്ടും ദൈവവിശ്വാസികളെല്ലാം അടിമത്തത്തിൽ നിർത്തിയിരിക്കുകയാണ്. അവിടെയാണ് ഈശോ പറയുന്നത്, എൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക, അടിമത്തത്തിൽ നിന്നും നിങ്ങൾ മോചനം പ്രാപിക്കും. നമുക്ക് ആ വചനത്തിൽ വിശ്വസിക്കാം, പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കാം, ജപമാലയിൽ വിശ്വസിക്കാം. ഹല്ലേലൂയ.